ഹായ് ഫ്രണ്ട്സ്, ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് കോട്ടയം കുമരകം ബേർഡ് സാഞ്ചുറിയിലേക്കാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയം കുമരകം റോഡിലാണ്. അപ്പം നമ്മളിവിടെ നിർത്തിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് അപ്പുറത്തും ഇപ്പുറത്തും പാടത്തോട് കൂടി നടുക്കൂടുള്ള ഒരു റോഡാണിത്. അപ്പോൾ ഇവിടെ ഇപ്പം പാടത്ത് നെല്ലെല്ലാം കൊയ്ത് കഴിഞ്ഞു. ഇപ്പുറത്തെ സൈഡ് നോക്കുവാണെങ്കിൽ വിളഞ്ഞു കിടക്കുകയാണ്, നല്ല പാകമായിട്ട് കിടക്കുന്നു. അപ്പം കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി. അപ്പം നിങ്ങളെയും കൂടെ ഇതിൻ്റെ ഭംഗി ഒന്ന് കാണിക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ കോട്ടയം കുമരകം ബേർഡ് സാഞ്ചുറി പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് അധികം ബേർഡ്സിനെ ഒന്നും അവിടെ കാണാൻ പറ്റിയില്ല. അവർ പറഞ്ഞത് സീസൺ ടൈം അല്ലാത്തത് കൊണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒന്നുകൂടെ പോയി നോക്കാം. ഇവിടെ പാടത്തെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് വെള്ളം കയറ്റിയിട്ടേക്കുവാന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്, വയലോരം ഫാമിലി റെസ്റ്റോറൻറ്റ്. ഇവിടെ കയറി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ടും കൂടെ പോകാമെന്ന് വിചാരിക്കുകയാണ്. അത് നാവിലെ രുചിയും കൂടെ നിങ്ങളെ അറിയിക്കാം. 1 മണിയായി. അപ്പോൾ നമ്മൾ ബേർഡ് സാഞ്ചുറിയിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വിശപ്പൊക്കെ തുടങ്ങി. അപ്പോൾ ഈ കുമരകത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറയെ നല്ല സൂപ്പർ ഫാമിലി റെസ്റ്റോറൻറ്റ്സ് വിത്ത് ടൊടി പാർലേഴ്സ് ഉണ്ട്. അപ്പം ഷാപ്പിലെ കറികളുടെ രുചി എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ബോർഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, താറാവ്, തലക്കറി. ഇനി അകത്ത് വേറെ കുറേ ബോർഡുകൾ കണ്ടപ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറാൻ തുടങ്ങി. അപ്പം അതും കൂടെ നമുക്കൊന്ന് ആസ്വദിച്ചാലോ. ഇതൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോർമൽ ഊണും 2 സ്പെഷ്യലുമാണ് വാങ്ങിയത്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, 2 ഊണും 2 സ്പെഷ്യലുമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പം ഊണിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നെല്ലിക്ക അച്ചാറുണ്ട്, അതുപോലെ ചുണ്ട് പരിപ്പ് ഒരു തോരനുണ്ട്, ഒരു തീയലുണ്ട്. കൊള്ളാം, നല്ല ടേസ്റ്റുണ്ട്. ഇതുകൂടെ നോക്കട്ടെ. കൊള്ളാം. പിന്നെ നമുക്കൊക്കെ ഇഷ്ടമുള്ള ചെമ്മീൻ പൊടിയുണ്ട്. പിന്നെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് നല്ല നമ്മുടെ മുളക് ചമ്മന്തി, വറ്റൽ മുളക് ചമ്മന്തിയാണ്. കപ്പയ്ക്കൊക്കെ ഇത് ബെസ്റ്റായിരിക്കും കൂടെ കഴിച്ചാൽ. പിന്നെ നമ്മുടെ മീൻകറിയാണുള്ളത്. പിന്നെ നമ്മൾ സ്പെഷ്യൽ കാണിച്ചത്. പിന്നെ കൂട്ടത്തിൽ കൊണ്ടാട്ടം, പപ്പടം, ഇത്രയാണ് നമുക്കുള്ളത്. പിന്നെ മോര്, സാമ്പാർ, നോർമൽ യൂഷ്വൽ നമ്മുടെ ഊണിനുള്ളതെല്ലാം ഉണ്ട്. പിന്നെ സ്പെഷ്യൽ നമ്മൾ കാണിച്ചു തരാം. കൂന്തൽ ഫ്രൈയും കരിമീൻ പൊള്ളിച്ചതുമാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. കൂന്തൽ ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കി. ടേസ്റ്റുണ്ട്. പക്ഷെ കൂന്തൽ എനിക്ക് എപ്പോഴും ഞങ്ങളുടെ മമ്മി ഉണ്ടാക്കുന്ന കൂന്തൽ റോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. കൂന്തൽ എന്ന് പറഞ്ഞാൽ എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടം. ഇത് കൊള്ളാം, മോശമൊന്നും പറയാനില്ല. ഇത് കൂന്തൽ ഫ്രൈ ആണ്. കരിമീൻ പൊള്ളിച്ചത് കാണിച്ചു തരാം. കുമരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമരകത്ത് എപ്പോഴും നമുക്ക് നാടൻ കരിമീൻ കിട്ടും. ബാക്കിയുള്ള നമ്മൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് ആന്ധ്രാ കരിമീൻ, അങ്ങനത്തെ നാടൻ കരിമീൻ കിട്ടണം എന്നില്ല. പക്ഷേ കുമരകത്ത് വന്നാൽ നമുക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടൻ കരിമീൻ എന്തായാലും നമുക്ക് കിട്ടും. അതെ, നാടൻ കരിമീൻ പൊള്ളിച്ചത് അങ്ങോട്ട് തുറക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് കൂടെ ചെയ്ത് നോക്കാം. നല്ല രീതിയിൽ അവരത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. നല്ല ചൂടാകട്ടോ. നോക്കട്ടെ. കൊള്ളാം, പൊളി സാധനം, അടിപൊളി ടേസ്റ്റാണ്. അല്ലെങ്കിൽ കുമരകത്ത് വന്നു കഴിഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചത് മോശമാകാൻ വഴിയില്ല. നല്ലതായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുമരകം ബേർഡ് സാഞ്ചുറിയിലേക്ക് എത്തിച്ചേർന്നു. ഇതിൻ്റെ അകത്തോട്ടുള്ള എൻട്രൻസിലാണ് നമ്മൾ. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. അങ്ങനെ നമ്മൾ കുമരകം ബേർഡ് സാഞ്ചുറിയിൽ എത്തിച്ചേർന്നു. ഇവിടെ രാവിലെ 6 മണി മുതൽ ഓപ്പൺ ആണ്. ടിക്കറ്റ് കൗണ്ടർ ഇതിൻ്റെ ഉള്ളിലോട്ട് കാണാൻ പറ്റും. വൈകിട്ട് 4:30 ആകുമ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്യും.
98 ഏക്കറിലായിട്ടാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ ഇതിന് കൂടുതലായിട്ടുള്ള ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേശാടനക്കിളികളാണ് ഇവിടെ കൂടുതലായിട്ടും വരുന്നത്. അതിൻ്റെ സീസൺ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർച്ച് ടു ജൂലൈ ആണ്. പക്ഷേ ഞങ്ങൾ ഇതിന് മുമ്പ് വന്നത് ഏകദേശം ഒരു ഡിസംബർ അടുപ്പിച്ചായതുകൊണ്ട് ഞങ്ങൾക്ക് അധികം ബേർഡ്സിനെ ഒന്നും ആ സമയം കാണാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞിരുന്നു ഇതുപോലെ സീസൺ വൈസാണ് ഇവിടെ ബേർഡ്സ് വരുന്നതെന്ന്. അപ്പം ഞങ്ങൾ ആ സമയം നോക്കി ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എൻട്രി ഫീ എന്ന് പറയുന്നത് 100 രൂപയാണ് അഡൾട്ടിന്. 10-ൽ താഴെ കുട്ടികൾക്ക് ഫീ ഇല്ല. അതുപോലെ പാർക്കിംഗ് കാറിനാണെങ്കിൽ 30 രൂപ, ബൈക്കിനാണെങ്കിൽ 20 രൂപയാണ്. അപ്പം വളരെ ചെറിയ എമൗണ്ടിൽ നമുക്ക് കൂടുതൽ ദൂരം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബൈ വോക്കാണ് ഇതിൻ്റെ അകത്ത് പോകേണ്ടത്. അങ്ങ് വരെ ഒരു 2 കിലോമീറ്റർ, അറൗണ്ട് 2 കിലോമീറ്റർ ഇത് പോകേണ്ടത് വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു ടവറുണ്ട്. ആ ടവറിൽ നിന്നാണ് നമ്മൾ കൂടുതലും ബേർഡ്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്കൊക്കെ നമുക്ക് പോകാം. നമ്മളിത് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. വാ, കണ്ടോ, നല്ല കാടിൻ്റെ ഒരു ശരിക്കും ഒരു ചെറിയ കാട് തന്നെയാണിത്. നമ്മുടെ കോട്ടയത്ത് തന്നെ ഇത്രയും പ്രകൃതിയോട് ഇണങ്ങിയുള്ള സ്ഥലത്തുകൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കണ്ടോ, നല്ല നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ഇതിലേക്കൂടി ഇങ്ങനത്തെ ചെറിയ വഴിയിൽ കൂടെ നമുക്കിനി കുറേ ദൂരം നടന്നു പോകാനുണ്ട്. അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ഏകദേശം ഒരു 2.5 കിലോമീറ്ററോളം കുറേ ഒരു വൺ സൈഡ് തന്നെ നടക്കാനുണ്ടെന്നാണ്. അപ്പോൾ നല്ല ഭംഗിയാണ്. നമുക്കിങ്ങനെ ആസ്വദിച്ച് റിലാക്സ് ചെയ്ത് കിളികളുടെയൊക്കെ ചെറിയ മൊഴികളും ഒക്കെ കേട്ട് ആസ്വദിച്ച് പോകാൻ പറ്റും. നല്ലൊരു ഫീലാണ്. നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാൻ. ശരിക്കും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ റിലാക്സ് ചെയ്ത് വർത്തമാനമൊക്കെ പറഞ്ഞ് ഒരു 2-3 മണിക്കൂർ നമുക്കിവിടെ ശരിക്കും സ്പെൻഡ് ചെയ്യാനുണ്ട്. അങ്ങോളം ഇങ്ങനെ നമുക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് ആ നേച്ചറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരിടം. ഇപ്പോൾ തന്നെ നമുക്ക് കിളിക്കൊഞ്ചലൊക്കെ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ അങ്ങ് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക് കണ്ട് ആസ്വദിക്കാനുണ്ട്. ഇവിടെ തന്നെ നല്ല ഭംഗിയായിട്ട് ഉള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. നോക്കിയേ, ചെറിയൊരു പാത്തൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് ആളുകൾക്ക് പോകത്തക്ക രീതിയിൽ. ചുറ്റും വലിയ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട്. ഇവരൊക്കെ ആദ്യം റിലാക്സ് ചെയ്ത് പോകണം. നമ്മൾക്ക് സ്പീഡിൽ ഓടി വന്ന് ഒരിടം കണ്ടിട്ട് പോകുന്നതിന് പകരം ഫാമിലി ആയിട്ട് വരികയൊക്കെ ആണെങ്കിൽ ശരിക്കും റിലാക്സ് ചെയ്ത് പയ്യെ പയ്യെ നമുക്ക് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. നോക്കിക്കേ, ഈ പേരിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത് നോക്കിക്കേ, അത്രയ്ക്ക് അടിപൊളിയാണ്. 2.5 കിലോമീറ്ററൊക്കെ നമ്മൾ നടക്കേണ്ടത് കൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ അവർ നമുക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് ബെഞ്ചൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഓൾറെഡി ഒക്യുപ്പൈഡ് ആണ്. അതുകൊണ്ടാണിപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്തേ. വാ, അങ്ങനെ നമുക്ക് ബെഞ്ചൊന്നും അവൈലബിൾ ആയി കിട്ടിയില്ല. കാരണം അതുപോലെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ സന്ദർശകരായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ അങ്ങനെയൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം നമുക്ക് ഇതിൽ തന്നെ ഇരുന്നൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ നടക്കുന്നത് കൂടാതെ തന്നെ ബോട്ടിംഗ് അവൈലബിൾ ആണ്. ബോട്ടയിലും അവരിതുപോലെ ഫുൾ ഈ ബേർഡ് സാഞ്ചുറി ഫുള്ള് നമ്മളെ കാണിക്കുന്ന ഇതുകൊണ്ട്. അതുകൂടാതെ ചെറിയ വള്ളങ്ങളും ഉണ്ട് ഇവിടെ. നമ്മളിപ്പോൾ ഒരു 1/2 കിലോമീറ്ററോളം വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ വള്ളങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. അവരും നമ്മളെ ഇത് ഫുള്ള് ചുറ്റി കാണിച്ച് ടവറിലൊക്കെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവരും. അങ്ങനെയുണ്ട്. അപ്പം ഫുൾ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഇത് മുഴുവൻ 2.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് നടക്കണം എന്നൊന്നും നിർബന്ധമില്ല. ബോട്ടും അവൈലബിൾ ആണ്. സോ അതുകൊണ്ട് ഇത് നിങ്ങൾ നടക്കണമല്ലോ എന്ന് കരുതി വരാതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അതും നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ എന്തായാലും കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു കാര്യം. ഇതിലേക്കൂടെയാണ് ബോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്നതിന് പാരലായിട്ട് തന്നെ ബോട്ടിങ്ങിലും പോയി നമുക്കിതെല്ലാം കണ്ട് ആസ്വദിക്കാൻ അവസരമുണ്ട്. അപ്പം നടക്കേണ്ടതിൻ്റെ പേരിൽ ഇവിടെ വരാൻ മടി ആരും കാണിക്കണ്ട.
നമുക്ക് ബോട്ടിലും പോയി ഇതെല്ലാം കണ്ട് ആസ്വദിക്കാം. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, ചിലപ്പോൾ മഴ പെയ്തേക്കാം, അറിയില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇപ്പം ഒരു മങ്ങലും കൂടെ വന്നപ്പം നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ബോട്ട്, ഹൗസ് ബോട്ട്, ഇതാണ് ഹൗസ് ബോട്ടിൽ ആളുകൾ സഞ്ചരിക്കുന്നത്. നമ്മുടെ പാലലി ഒരു ഹൗസ് ബോട്ട് പോകുന്നുണ്ട്. ഹൗസ് ബോട്ട് മാത്രമല്ല, ചെറുവള്ളങ്ങൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇതിനു വേണ്ടി. ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. ശരിക്കും നമുക്ക് റിലാക്സ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ വന്നാലുള്ളൊരു സവിശേഷത. നമുക്ക് ഒട്ടും റഷ് ചെയ്യാതെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് പോകാം. ഇങ്ങനത്തെ ചെറുവള്ളങ്ങളും നമുക്ക് അവൈലബിൾ ആണ് സഞ്ചാരികൾക്കായിട്ട്. അതിന് 500 രൂപയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. അവിടെ വേമ്പനാട്ട് കായലാണ്. അപ്പം വേമ്പനാട്ട് കായലിലോട്ട് ഇവിടുന്ന് 6 എന്ന് യോജിക്കുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പം ബോട്ടും വേമ്പനാട്ട് കായലിലെ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടുന്ന്. നമ്മളിത് വാച്ച് ടവറിലേക്ക് പോവാണ്. ഇപ്പം ഇവിടെ ഒരു ബ്രിഡ്ജൊക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തേക്കുവാണ്. വാ, വാ. അങ്ങനെ നമ്മൾ വാച്ച് ടവറിലെത്തി. ഇവിടെ നിന്നാൽ നമുക്ക് പക്ഷികളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വാ, നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ കിളികളുടെ സ്വരമൊക്കെ കേൾക്കുന്നുണ്ട്. വാ, ഒന്ന് ഇറങ്ങി. കിളികൾ ശരിക്കും സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ദേശാടന കിളികളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കിളികളുണ്ട് ഇവിടെ. സൂം ചെയ്ത് കാണിക്കാം. മേളി ആ കണ്ടോ, അവിടെ ആ മരം നിറച്ചും കിളികളിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാച്ച് ടവറിലെത്തി കിളികളെല്ലാം കണ്ടു. ഞങ്ങൾ പറഞ്ഞില്ല, ഇതിന് മുമ്പ് വന്നപ്പോഴത്തേക്കും നമുക്ക് കിളികളെ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അവരാണെങ്കിലും പറഞ്ഞത് സീസൺ ടൈം അല്ലാത്തതുകൊണ്ട് ഇവിടം വരെ വന്നാലും കിളികളൊന്നും പ്രത്യേകിച്ച് കാണണമെന്നില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതുകൊണ്ടാണ് നമ്മൾ സീസൺ ടൈം നോക്കി വന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മാർച്ച് ടു ജൂലൈ ആണ് ഇവിടുത്തെ സീസൺ ടൈം. ഈ സമയത്ത് വന്നാൽ നമുക്ക് കൂടുതൽ കിളികളെ കാണാൻ പറ്റും. അപ്പം ഇപ്പോൾ തന്നെ നമ്മൾ കുറേ കിളികളെ കണ്ടു. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മഴ തുടങ്ങി, ചാറി തുടങ്ങി. ഇനിയിപ്പോൾ കൂടുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ യാത്ര അതിമനോഹരമായി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റി. ഇന്നത്തെ വീഡിയോ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം ഇൻഫോ വേൾഡ് മീഡിയയുടെ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ.